ഒരു ഐറ്റം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. ഇതാണ് ക്രിസ്പി ത്രെഡ് ചിക്കൻ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്ക് ഐറ്റാണേ. അപ്പം ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി കണ്ടാലോ? അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കനാണ് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത ചിക്കൻ പീസസ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇത് ഞാൻ ബ്രസ്റ്റ് പീസിൽ നിന്ന് കട്ട് ചെയ്ത ഭാഗങ്ങളാണ്. അപ്പോൾ ദേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. ചിക്കനിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി വേണം കേട്ടോ. ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇത്തിരി വിനെഗർ കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് മിനിമം ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെക്കണേ. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്യുന്നില്ലെങ്കിൽ ബോൺലെസ് പീസാരും യൂസ് ചെയ്താൽ മതി കേട്ടോ. ചിക്കൻ സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ചിക്കന് വേണ്ടിയുള്ള ത്രെഡ്സ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ സമൂസ ഷീറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഓരോ ഷീറ്റ്സും ഇങ്ങനെ 1 by 1 എടുത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് ത്രെഡ്സ് പോലെ കട്ട് ചെയ്തെടുക്കണേ. ഈ ത്രെഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ആകെ കുറച്ച് ടൈം എടുക്കുന്ന പണി ഈ ത്രെഡ്സ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഞാനിത് കുറച്ച് എളുപ്പമാവാൻ 2-3 ലെയേഴ്സ് ഇങ്ങനെ ഒരുമിച്ച് വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് തിന്നായിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കണം, എന്നാൽ കോട്ട് ചെയ്യാൻ എളുപ്പമാണ്, മാത്രമല്ല കാണാനും നല്ല ഭംഗിയുണ്ടാവും. കട്ടിങ് വീഡിയോ മുഴുവനായി ഇട്ടാലേ വീഡിയോ ലോങ് ആവും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള ഭാഗത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ കോട്ട് ചെയ്യാനുള്ള ത്രെഡ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടിപ്പിടിച്ചതൊക്കെ വിട്ട് വരാൻ വേണ്ടിയാണ്. ചിക്കൻ കോട്ട് ചെയ്യാനുള്ള ത്രെഡ്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ടിങ് പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. ചിക്കൻ ഓൾറെഡി വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും എഗ്ഗിലേക്ക് ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു നനവിൽ തന്നെ നമുക്ക് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓരോ ചിക്കൻ പീസും എടുത്ത് ഈ ത്രെഡ്സിൽ നന്നായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്യണം. ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം കേട്ടോ ചിക്കൻ. അതിൽ ചിക്കൻ ഉണ്ട് നമ്മൾ കാണാൻ പാടില്ല. ആ ഒരു രീതിയിൽ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. കവർ ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്തെടുത്താൽ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. ഇതിലിത്തിരി ടൈം എടുക്കുന്ന പ്രോസസ്സ് ഇത് മാത്രമാണ്. കാരണം ഓരോന്നായിട്ട് നമ്മളിങ്ങനെ കോട്ട് ചെയ്തെടുക്കണ്ടേ. എല്ലാം ഒരുമിച്ച് കോട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്കെല്ലാം കൂടി ഒരുമിച്ച് പൊരിച്ചെടുക്കാമല്ലോ. കോട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ നല്ലോണം അമർത്തിയെടുത്താൽ ഈ കോട്ടിങ് ഇളകി വരില്ല കേട്ടോ. കോട്ട് ചെയ്ത ഓരോ ചിക്കൻ ത്രെഡ്സും നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ ചെയ്താൽ ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. കുഞ്ഞു ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഓരോന്നും കോട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. ഇത് മാത്രം കേട്ടോ കുറച്ചധികം ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സ്. അപ്പോൾ അതേ നമ്മുടെ ചിക്കനൊക്കെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി ഇതൊക്കെ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. ഒരു പാൻ ചൂടായ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം ത്രെഡ് ചിക്കൻ ഇതിലിട്ട് കൊടുക്കാം. ആദ്യം ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്യണേ. കാരണം ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഈ ത്രെഡ്സൊക്കെ പെട്ടെന്ന് മുരിഞ്ഞ് വരും, പക്ഷേ ഉള്ളിലത്തെ ചിക്കന് കുക്കായിന്ന് വരില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കന് കുക്കായതിന് ശേഷം മാത്രം ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. ഒരു ഭാഗം കുക്കായതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണേ. കുറച്ചധികം ടൈം എടുത്തിട്ട് തന്നെ ഇത് പൊരിച്ചെടുക്കാം, എന്നാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് നല്ല രീതിയിൽ പൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. ഓയിൽ പോവാനായി ഞാൻ ആദ്യം ഓയിൽ പേപ്പറിലേക്കാണ് മാറ്റുന്നത്. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് ബാക്കിയുള്ളത് കൂടി നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. ഇത് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ത്രെഡ് ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്നാക്ക് ആയിട്ടാണ്. വൈകുന്നേരത്തെ പലഹാരമായിട്ടും അല്ലെങ്കിൽ ഇനി സ്കൂളിലൊക്കെ കുട്ടികൾക്ക് സ്നാക്കായിട്ടൊക്കെ കൊടുത്ത് വിടാം കേട്ടോ. അത്രയും നല്ല ടേസ്റ്റാണ്. നോർമലി ഫ്രൈഡ് ഐറ്റംസിൻ്റെ കൂടെ ഒരുപാട് തരം ഡിപ്പാണ് യൂസ് ചെയ്യുന്നത്. മയോണൈസ്, പിങ്ക് സോസ്, വൈറ്റ് സോസ് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കെച്ചപ്പാണ് യൂസ് ചെയ്യുന്നത്. പിങ്ക് സോസിൻ്റെ റെസിപ്പി ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ത്രെഡ് ചിക്കൻ ഇതുവരെ ഉണ്ടാക്കാത്തവരും കഴിക്കാത്തവരും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ആൻഡ് 100% ഇത് കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ട് മാറും. ഇത് കുട്ടികൾക്ക് സ്നാക്കായിട്ടും കൊടുത്ത് വിടാം കേട്ടോ. ഇത് കോട്ട് ചെയ്തതിന് ശേഷം ഫ്രീസ് ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പൊരിച്ചെടുക്കാം. സോ ഗസ്റ്റൊക്കെ വന്നാൽ നമ്മുടെ നോർമൽ സ്നാക്കിന് വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി അല്ലേ. സോ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പം നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ത്രെഡ് ചിക്കൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പിങ്ക് സോസ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അതിന് ശേഷമാണ് പിങ്ക് സോസ് റെഡിയാക്കിയത്. അതുകൊണ്ടാട്ടോ പിങ്ക് സോസിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഒരു പാനിൽ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുഞ്ഞു പീസായിട്ട് തന്നെ ഗാർലിക് ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഗാർലിക്കിന് നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ സോസിന്. ഗാർലിക് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ അതിന് നല്ല ഫ്ലേവർ വരും കേട്ടോ. ആ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണേ.
ഇതിങ്ങനെ ഒരു തരി പോലെ ആയി വരും. ഈ ഒരു സമയത്ത് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാലാട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഈ പാലും മൈദയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മൈദയും പാലും നന്നായി കമ്പൈൻ ചെയ്തെടുക്കുക. ലംസ് ഒന്നും ഇല്ലാതെ നോക്കണേ. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഒഴിക്കാനോ, ഇത് 3ഉം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുക്കായി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു മിക്സ്ചർ കുറുകി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു സോസ് കുറച്ച് കുറുകിയിട്ടാണ് വേണ്ടത്. നല്ലോണം മിക്സ് ചെയ്യുക. ഇത് കുറുകി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. കാരണം ചൂട് കുറയുന്തോറും ഇത് കുറച്ചുകൂടി തിക്കായി വരും. ഈ വൈറ്റ് സോസിലേക്ക് ഇത്തിരി കെച്ചപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പൈസി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ മാത്രം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പിങ്ക് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഫ്രഞ്ച് ഫ്രൈസോ ലോഡഡ് ഫ്രൈസോ ത്രെഡ് ചിക്കനോ എന്തിൻ്റെ കൂടെയും കഴിക്കാട്ടോ. അടിപൊളി സോസാണ്. ഈ ഒരു സോസും ത്രെഡ് ചിക്കനൊക്കെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കണേ. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.